viewers, this is Nishant from Virtual Companion. Welcome back to my channel. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചുള്ള റിവ്യൂ ആണ്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. 2010 ഇറങ്ങിയ ഒരു അനിമേഷൻ മൂവിയുടെ ലൈവ് കോൺസെപ്റ്റ് മൂവിയാണ് ഈ സിനിമ. ശരിക്കും പറഞ്ഞാൽ 2003 ഇറങ്ങിയ ഒരു നോവലിൻ്റെ സ്റ്റോറിയാണ് ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ. അതാണ് അനിമേഷനിൽ 2010 ഇറങ്ങിയത്. ആ സിനിമയുടെ സെയിം റീമേക്കാണ്, അല്ലാതെ വേറെ എക്സ്ട്രാ സീൻസുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ സിനിമയിൽ പുതിയതായിട്ട് വന്നിട്ടില്ല. സെയിം ആ സിനിമ തന്നെ ലൈവ് ആക്ഷനായിട്ട് ഇവർ ഷൂട്ട് ചെയ്ത് എടുത്തേക്കുന്ന സിനിമയാണ് ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ. ഈ സിനിമയുടെ സ്റ്റോറി പ്ലോട്ട് നോക്കുകയാണെങ്കിൽ കണ്ടവർക്കറിയാം, കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ബെർക്ക് എന്ന് പറഞ്ഞ വില്ലേജിൽ ഒരുപാട് ഡ്രാഗൻ്റെ ഒരുപാട് ശല്യങ്ങൾ കാണാം. അവരൊന്ന് പശുവിനെ എടുത്തുകൊണ്ട് പോകുന്നത്, പിള്ളേരെ പിടിച്ചുകൊണ്ട് പോകുന്നത്, അങ്ങനെ ഒരുപാട് ശല്യങ്ങൾ കാണും. ആ ബെർക്ക് എന്ന് പറഞ്ഞ വില്ലേജിൽ താമസിക്കുന്നതാണ് ഹിക്കപ്പ് എന്ന് പറഞ്ഞ നമ്മുടെ ഹീറോ. അപ്പം അവിടെ ഈ ഡ്രാഗൻ്റെ ശല്യം കാരണം അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവിടെയുള്ള നാട്ടുകാരെല്ലാം എന്തെങ്കിലും ചെയ്യണം എന്ന് ഓർത്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അപ്പം അവിടെ നമ്മുടെ ഹീറോ ഹിക്കപ്പ് നൈറ്റ് ഫ്യൂരി എന്ന് പറഞ്ഞ ഒരു ഡ്രാഗനെ ട്രെയിൻ ചെയ്തെടുത്ത് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് കൊണ്ടുപോകും. അതൊക്കെയാണ് ഈ സിനിമയുടെ സ്റ്റോറി. ശരിക്കും 2010 ഇറങ്ങിയ സിനിമ ആയതുകൊണ്ട് തന്നെ ഇതിന് 3 ഭാഗങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. 3 ഭാഗങ്ങൾ തന്നെ അടിപൊളിയാണ്. അതാരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പോയി കാണുക. ഫസ്റ്റ് ഭാഗം കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഈ സിനിമ ഉള്ളതുകൊണ്ട് ഈ സിനിമ ഇപ്പോൾ കാണാം. സെക്കൻഡ് പാർട്ട് ആൻഡ് തേർഡ് പാർട്ടൊക്കെ നിങ്ങൾ അത്യാവശ്യമായിട്ട് കാണേണ്ടതാണ്. കാരണം അനിമേഷൻ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്നാണ് ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ. ഈ സിനിമയുടെ പോസിറ്റീവ് വശങ്ങൾ പറയാൻ പോയി കഴിഞ്ഞാൽ ഒന്നാമത്തെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ടെക്നിക്കൽ വശങ്ങളാണ്. ടെക്നിക്കൽ വശങ്ങൾ എന്ന് പറയുമ്പം അനിമേഷൻ CG അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഓരോ സീൻസും നമുക്ക് CG അത്രയ്ക്കും ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇവർ അതിന് പണിയെടുത്തിട്ടുള്ളത്. ശരിക്കും നൈറ്റ് ഫ്യൂരി ഒരു കടലിൻ്റെ ഇതിലേക്ക് ട്രാവൽ ചെയ്യുമ്പം ശരിക്കും നമ്മൾ ആ ഒരു ഡ്രാഗൻ്റെ പുറത്തിരുന്ന് ട്രാവൽ ചെയ്യുന്ന ഒരു ഫീലാണ് എനിക്കൊക്കെ തന്നത്. അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ നൈറ്റ് ഫ്യൂരിക്ക് ഒരു ഫിഷ് ഫീഡ് ചെയ്യാൻ കൊടുക്കുന്ന ഒരു സീനുണ്ട്. അതൊക്കെ അടിപൊളിയാണ്. കാരണം CGയിൽ ഇതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കാണുമ്പോൾ നമുക്ക് ഒരുമാതിരി രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു സീൻസുകളാണ് അതൊക്കെ. അതേപോലെ ഒരു ഡ്രാഗൻ്റെ ഒരു അരന ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റിൻ്റെ ഇടയ്ക്കുള്ള ഒരു കൊറിയോഗ്രാഫി ആകട്ടെ, ലാസ്റ്റ് ഹീറോയ്ക്ക് വേണ്ടിയിട്ട് അതായത് ഹിക്കപ്പിനെ നൈറ്റ് ഫ്യൂരി എന്ന് പറഞ്ഞ ആ ഒരു ഡ്രാഗൺ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഒരു സീനുണ്ട്. അതിലൊക്കെ ആ ഒരു സീൻസ് അവർ സ്റ്റേജിങ് ചെയ്തേക്കുന്ന ഒരു രീതി തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സീൻസിൽ ഒരുപാട് ഗൂസ്ബംസ് ഉണ്ടായിരുന്ന മൂമെൻറ്റ്സ് ഈ സിനിമയിലുണ്ട്. അതേപോലെ ഈ സിനിമയുടെ എമോഷണൽ വശങ്ങൾ ശരിക്കും ഈ സിനിമയിൽ ഒരു അനിമേഷൻ മൂവിയിൽ നിന്ന് ലൈവ് ആക്ഷൻ സിനിമയിലേക്ക് ആയ ഒരു സിനിമയാണ്. ഒന്ന് കണ്ടിട്ടുള്ള സിനിമയും കൂടെ, എന്നാൽ പോലും ആ എമോഷൻ രംഗങ്ങൾ ഒരുപാട് കണക്റ്റ് ആവുന്നുണ്ട്. ശരിക്കും നമുക്ക് എമോഷണൽ കണ്ടന്റൊക്കെ ഒരുപാട് കണക്റ്റ് ആവുന്ന രീതിയിലാണ് ഇവർ ചെയ്തേക്കുന്നത്. ടെക്നിക്കൽ വശങ്ങളെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. മ്യൂസിക്, CG, പിന്നെ സൗണ്ട് ഡിസൈനിങ് എല്ലാം കൊണ്ട് തന്നെ ടെക്നിക്കൽ വശങ്ങളെല്ലാം തന്നെ ടോപ്പ് നോച്ച് പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ ആ ടീം കൊടുത്തിട്ടുള്ളത്. അതിന് തന്നെ വലിയൊരു കയ്യടി കൊടുക്കണം. ഈ സിനിമയിൽ നെഗറ്റീവ് വശങ്ങൾ എനിക്കൊന്നും തന്നെ പറയാനില്ല. കാരണം ചെറിയൊരു ലെങ്ത്ത് അല്ലെങ്കിൽ ചെറിയൊരു സ്ക്രീൻ പ്ലേയിൽ ഒരു ചെറിയ സ്ലോനെസ് ഫീൽ ചെയ്യാം. അത് മാത്രമേ നെഗറ്റീവായിട്ട് പറയാനുള്ളൂ. അല്ലാതെ ഒരു അനിമേഷൻ സിനിമ കാണുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അനിമേഷൻ സിനിമ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയി കാണാവുന്ന സിനിമയാണ്. കാരണം അനിമേഷൻ സിനിമയല്ല ഇത്, ശരിക്കും അനിമേഷൻ സിനിമയിൽ നിന്ന് ലൈവ് ആക്ഷനായിട്ട് ഷൂട്ട് ചെയ്തതാണ്. ശരിക്കും എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. ഈ സിനിമയ്ക്ക് ഏജ് ക്രിറ്റീരിയ ഒന്നും തന്നെ ഇല്ല. 6 മുതൽ 60 വയസ്സുള്ള എല്ലാവരും പോയി കാണാവുന്ന സിനിമയാണ് ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ. ഈ സിനിമയ്ക്ക് വിർച്വൽ കമാൻഡ് റേറ്റിംഗ് എന്ന് പറയുന്നത് 4 ഔട്ട് ഓഫ് 5 ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും കുറവ് തോന്നിക്കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഉടനെ തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. അൻറ്റിൽ ദെൻ ബൈ ഫ്രം നിഷാന്ത്. താങ്ക് യു.